ഹായ് ഓൾ, ബിയോണ്ട് ബുക്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ജൗഹർ, സൺറൈസ് കോളേജിന്റെ ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൾ ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സൺറൈസ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന BCA വിത്ത് AI കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇന്ന് വിദ്യാർത്ഥികൾ കൂടുതലും കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുന്ന ഒരു കാരണം, കേരളത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളില്ല, കേരളത്തിൽ പഠിച്ചാൽ ജോലി കിട്ടുന്നില്ല, കേരളത്തിലെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പുറത്തേക്ക് പോവാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോവാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല പ്രമുഖ ക്യാമ്പസുകളിലും BCAയോട് കൂടി കൊടുക്കുന്ന A എന്ന് പറയുന്നത് AWSന്റെ A ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ആമസോൺ വെബ് സർവീസിന്റെ A ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമസോൺ വെബ് സർവീസിന്റെ സെന്റർ ആയിട്ട് ഞങ്ങൾ സൺറൈസ് കോളേജിനെ മാറ്റി. ഞങ്ങൾക്ക് സെന്റർ ആയിട്ട് വെച്ച് കിട്ടി. ഞങ്ങളുടെ സെന്റർ വഴി വിദ്യാർത്ഥികൾക്ക് BCAയോടൊപ്പം ആമസോണിന്റെ 2 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും. ക്ലൗഡ് പ്രാക്ടീഷണറും AI പ്രാക്ടീഷണറും 2 കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് BCAയോടൊപ്പം ചെയ്യാൻ പറ്റും. ഈ 2 കോഴ്സുകൾ ചെയ്താലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. BCA AWS AI പ്രാക്ടീഷണർ സാലറി പാക്കേജ് എത്രയാണ്, BCA AWS ക്ലൗഡ് പ്രാക്ടീഷണർ സാലറി പാക്കേജ് എത്രയാണ്? നിങ്ങൾക്ക് കാണാം ഏകദേശം 4 മുതൽ 9 ലക്ഷം വരെയാണ് ആനുവൽ സാലറി പാക്കേജ് വരുന്നത്. സോ ഇത്രത്തോളം സാലറി പാക്കേജ് നമ്മുടെ കേരളത്തിൽ തന്നെ, കണ്ണൂരിൽ തന്നെ സൺറൈസ് കോളേജിൽ BCAയോടൊപ്പം AI ചെയ്താൽ കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനു പുറത്തേക്ക് പോകണം? കേരളത്തിലുള്ള ഫീസിന്റെ 3 ഇരട്ടി ഫീസ് കൊടുക്കണം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ. കേരളത്തിലുള്ള ഫീസിന്റെ 10 ഇരട്ടി ഫീസ് കൊടുക്കണം ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ. അവിടുന്ന് ലഭിക്കുന്ന ജോലിയും നമ്മുടെ ജോലിയും സെയിം ആണെങ്കിലോ? നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സാവേണ്ടതില്ല, 20 വയസ്സിൽ തന്നെ ലൈഫ് സെറ്റാക്കാൻ പറ്റും. നമുക്ക് പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് 21 വയസ്സിൽ ലൈഫ് സെറ്റാക്കാൻ പറ്റുന്നുള്ളത്. BCAയോടൊപ്പം ഈ പറയുന്ന AI പ്രാക്ടീഷണറും ക്ലൗഡ് പ്രാക്ടീഷണറും 2 സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇനി പല വിദ്യാർത്ഥികളുടെ സംശയം, AI എന്ന് പറയുമ്പോൾ റോബോട്ട് ഉണ്ടാക്കലാണോ, റോബോട്ടിക്സ് ആണോ? റോബോട്ടിക്സ് അല്ല AI. തിയററ്റിക്കൽ നോളജ് ആണ് കൂടുതൽ വേണ്ടത്. നിങ്ങളൊരു +2 സയൻസ് വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കൊരു 50-60% മാർക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥിയാണ്, കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് 60-70% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് അതിന് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് നേരിട്ട് മീറ്റ് ചെയ്യാം, ഞാൻ സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇനിയുള്ള കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയാണ്. ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡിങ് കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് AIയിലുള്ളത്. ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.